വർഷത്തിൽ ഒരു രാത്രിയിൽ ഒരു മഹാരോഗം വാനലോകത്തു നിന്ന് ഭുവനലോകത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാണ്. ഇത് സഹീഹായ ഹദീസാട്ടോ, ഇത് അന്ധവിശ്വാസമൊന്നുമല്ല. എന്താണ്? ഒരു കൊല്ലത്തിൽ ഒരു വലിയ രൂപത്തിലുള്ള മാറാവ്യാധി എവിടേക്ക് ഇറങ്ങുന്നുണ്ട്? ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നതാണ്. ആ ഹദീസ് ഇമാം മുസ്ലിം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കണം, പാനജലം കെട്ടിവെക്കണം നിങ്ങൾ. ഫഇന്ന ഫിസ്സനതി, തീർച്ചയായും ഒരു വർഷത്തിലുണ്ട്, ലൈലത്തൻ, ഒരു രാത്രിയുണ്ട്, ഒരു വർഷത്തിൽ ഒരു രാത്രിയുണ്ട്. യൻസിലു ഫീഹാ വബാഉൻ, ആ രാത്രിയിൽ ഒരു മഹാരോഗം ഇറങ്ങുന്നുണ്ട്. വബാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാറാവ്യാധിയാണ്. ഒരു മഹാരോഗം എല്ലാ വർഷത്തിലെയും ഒരു രാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യമുറു ബിഇനാഇൻ, ഏതൊരു പാത്രത്തിന്റെ അരികിലൂടെ ആ രോഗം കടന്നു പോകുന്നുണ്ടോ. എങ്ങനത്തെ പാത്രം? ലൈസ അലൈഹി ഗിതാ, ആ പാത്രം മൂടി വെച്ചിട്ടില്ല. ഔ സിഖാഇൻ, അല്ലെങ്കിൽ വെള്ളപ്പാത്രം. എങ്ങനെയുള്ള വെള്ളപ്പാത്രം? ലൈസ അലൈഹി വികാ, ആ വെള്ളപ്പാത്രം കെട്ടി ഭദ്രമാക്കി വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഏതു പാത്രങ്ങളുണ്ടോ, ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാഇ, ആ മഹാരോഗം അതിൽ പ്രവേശിച്ചിട്ടല്ലാതെ മാറിപ്പോകൂല. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. നോക്കണം സുഹൃത്തുക്കളെ, ഒരു വലിയ രോഗം എല്ലാ വർഷവും ഈ ലോകത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂല, അത് ഏത് രാത്രിയാന്ന് നമുക്കറിയില്ല. വർഷത്തിൽ ഒരിക്കൽ ഒരു മഹാവ്യാധി ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് മൂടിവെക്കാത്ത വെള്ളപ്പാത്രം, മൂടിവെക്കാത്ത ഭക്ഷണപാത്രത്തിൽ കൊക്കെ പ്രവേശിക്കുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് വേണം? നമുക്കറിയില്ല അത് ഏത് ദിവസമാണ് ഇറങ്ങുന്നത്, ഏത് ദിവസമാണ് ആ മഹാമാരി ലോകത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത്, നമുക്കറിഞ്ഞൂടാ. നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പാത്രം മൂടി വെക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്ത് ഒരു കമ്പ് വെച്ചിട്ടെങ്കിലും ഒക്കെ. ഇന്നൊന്നും ഇപ്പം അതിന് പ്രശ്നമില്ല, അതൊക്കെ അന്നത്തെ കാലാ പറയണത്. ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പാത്രങ്ങൾ മൂടി വെക്കാൻ സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ചെയ്യണം. കൊല്ലത്തിൽ ഒരു മഹാമാരി, അത് നമ്മൾ പഠിച്ചിരിക്കണം. കൊല്ലത്തിൽ ഒരു മഹാവ്യാധി വാനലോകത്തു നിന്ന് ഭുവനലോകത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അതൊരു സത്യമാണ്. ഏതൊക്കെ അതിൽ വരുന്നത്, എപ്പോഴൊക്കെ ഇറങ്ങുന്നത് എന്തൊന്നും നമുക്ക് അറിയില്ല. എന്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു, ഇനി എന്തൊക്കെ വരുന്നുണ്ട് ഒന്നും നമുക്കറിയില്ല. നമ്മളോട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.